KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായി. പ്രചരണ രംഗത്ത് KP സതീഷ് ചന്ദ്രൻ ബഹുദൂരം മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹാർദ്ദമാക്കുവാനുള്ള തീരുമാനത്തിന് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ പിന്തുണ. തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രചരണം പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. ജില്ലയുടെ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പുറത്തുനിന്നുള്ളവരുടെ പേരുകൾ വ്യാപകമായി വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്നതായി UDF ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി BJP ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നതെന്നും MC കമറുദ്ദീൻ. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കി ഭീമൻ ചന്ദനത്തിരി കത്തിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് സൈക്കിൾ അഗർബത്തിയാണ് ഭീമൻ ചന്ദനത്തിരി ക്ഷേത്രത്തിലെത്തിച്ചത്. ലോക ഉപഭോക്തൃ ദിനാചരണം. കാസർഗോഡ് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാതല സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മൂന്നാമത് കാവ്യോത്സവത്തിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ തുടക്കമായി. മാമ്പു പുരസ്കാരം കഥാകൃത്ത് അബിൻ ജോസഫ് ഏറ്റുവാങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായി. ഇതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ പ്രചരണ രംഗത്തിറങ്ങിയ KP സതീഷ് ചന്ദ്രൻ ബഹുദൂരം മുന്നിലെത്തി. 16 മുതൽ 25 വരെ ലോക്കൽ കൺവെൻഷനുകളും 23-ന് LDF സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനവും ആരംഭിക്കും. ഇടതുമുന്നണിയുടെ കാഞ്ഞങ്ങാട്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഉദുമ, തൃക്കരിപ്പൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലം നിയമസഭാ കൺവെൻഷനുകളിൽ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. കാസർഗോഡ് നിയോജക മണ്ഡലം കൺവെൻഷൻ കാസർഗോഡ് ടൗൺ ഹാളിൽ INL സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷം ഈ രാജ്യത്തിന് നൽകിയത് മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു. ഊശ്വരമായ മുദ്രാവാക്യങ്ങൾ, നിരർത്ഥകമായ മുദ്രാവാക്യങ്ങൾ, പൊള്ളയായ മുദ്രാവാക്യങ്ങൾ. ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജൻധൻ യോജന, അതുപോലെ ഉജ്ജ്വൽ യോജന, സൗഭാഗ്യ യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങി അത് ഒരുപാട് മുദ്രാവാക്യങ്ങൾ. അച്ഛാദിനാകേയ നരേന്ദ്രമോദി പറഞ്ഞു, BJP-ക്കാർ ഏറ്റുപറയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആരുടെ അച്ഛാദിനാണ് വാസ്തവത്തിൽ സമാഗതമായത്? ഈ രാജ്യത്തെ കോടീശ്വരന്മാർ കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം T കൃഷ്ണൻ, CV ദാമോദരൻ, കുഞ്ഞിരാമൻ നായർ, അഹമ്മദ് അലി, അബ്ദുൽ റഹ്മാൻ ബാങ്കോട്, മാട്ടുമൽ ഹസൻ എന്നിവർ സംസാരിച്ചു. 1500 അംഗ ജനറൽ കമ്മിറ്റിയെയും 100 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അസീസ് കടപ്പുറമാണ് ചെയർമാൻ. കൺവീനറായി സിജി മാത്യുവിനെയും തിരഞ്ഞെടുത്തു. എല്ലാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയായപ്പോൾ പ്രചരണ രംഗത്ത് ഇപ്പോൾ KP സതീഷ് ചന്ദ്രൻ ബഹുദൂരം മുന്നിലാണ്. കൺവെൻഷനുകൾക്ക് പുറമെ കുടുംബയോഗങ്ങളും ഒപ്പം മറ്റ് പ്രചരണ പരിപാടികളും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. 16 മുതൽ 25 വരെ ലോക്കൽ കൺവെൻഷനുകളും 23-ന് സതീഷ് ചന്ദ്രന്റെ പൊതുപര്യടനവും ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹാർദ്ദമാക്കുവാനുള്ള തീരുമാനത്തിന് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ SPIA-യുടെ പിന്തുണ. ഭരണകൂടത്തിന്റെയും ഇലക്ഷൻ കമ്മീഷന്റെയും പരിശ്രമത്തിന് പിന്തുണയുമായി SPIA കൂടി രംഗത്തെത്തിയതോടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രചരണം പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. 100% പരിസ്ഥിതി സൗഹാർദ്ദവും ബയോഡിഗ്രേഡബിളുമായ പ്രിന്റിങ്ങിനുള്ള ബോഹർ മീഡിയ നേരിട്ട് ലോഞ്ച് ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടത്തിന് പിന്തുണ നൽകുന്നതെന്ന് SPIA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാനറുകൾ, ബോർഡുകൾ, പോസ്റ്ററുകൾ തുടങ്ങി അനേകം ഫലപ്രദമായ പരസ്യ പ്രചരണ ആവശ്യങ്ങൾക്ക് ബോഹർ മീഡിയ ഉപയോഗിക്കാവുന്നതാണ്. ഇവ മണ്ണിൽ ലയിച്ചു ചേരുന്നതും പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളതുമായ പ്രിന്റിംഗ് മീഡിയയാണ്. വിവിധ ഗവൺമെന്റ് ലാബുകളുടെയും അംഗീകൃത ഏജൻസികളുടെയും സർട്ടിഫിക്കറ്റുകളും കേരള ഗവൺമെന്റ് അപ്രൂവലും ശുചിത്വ മിഷന്റെ അംഗീകാരവും ലഭിച്ച ബോഹർ മീഡിയ സൈൻ പ്രിന്റിംഗ് മേഖലയിലെ നിലവിലുള്ള പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണമുണ്ടാക്കുന്ന ഒന്നാണ്. നിലവിലുള്ള ഫ്ലക്സ് പ്രിന്റിംഗ് മെഷീനുകളിൽ നല്ല ക്വാളിറ്റിയിൽ താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ള പ്രിന്റുകൾ നൽകുവാൻ സാധിക്കുന്ന ബോഹർ മീഡിയ മുഴുവൻ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനങ്ങളിലും ലഭ്യമാണെന്നും ഇതിലൂടെ ഹരിത ഇലക്ഷൻ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയിൽ അസോസിയേഷന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 100% ബയോഡിഗ്രേഡബിളായ 100% പരിസ്ഥിതിക്കിണങ്ങുന്ന 100% പേപ്പർ മീഡിയ
ബോഹർ മീഡിയ എന്ന പേരിൽ ഒരു മീഡിയ നമ്മൾ അസോസിയേഷനിൽ നിന്ന് നേരിട്ട് കണ്ടെത്തുകയും അത് നേരിട്ട് വിപണിയിൽ ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. അത് 2 പേപ്പറുകൾക്കിടയിൽ നൂലുകൾ, ബാൻഡേജിൻ്റെ നൂലുകൾ ഒട്ടിച്ചിട്ടുള്ള ഒരു മീഡിയ ആണ്. അതിൻ്റെ പുറത്ത് കോട്ടിങ് എന്ന് പറയുന്നത് ചോളത്തിൻ്റെയും കപ്പയുടെയും പേസ്റ്റ് മിശ്രിതമാണ്. അതാണ് പ്രിൻറ്റിങ്ങിന് മേലെ വരുന്ന സാധനം. അതുകൊണ്ട് തന്നെ ഇത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ചെതലരിച്ചു പോകും. പൂർണ്ണമായും ബയോഡിഗ്രേഡബിളാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടം കിട്ടുന്നില്ല. പ്രിൻ്റ് ചെയ്ത് ആര് കൊണ്ടുപോയാലും അത് തിരിച്ചു കൊണ്ടുവരേണ്ട വിഷയങ്ങളില്ല. അത് മണ്ണിൽ ലയിച്ചു പോകും. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് ഹനീഫ് ഫോർസൈറ്റ്, ജില്ലാ സെക്രട്ടറി VM സുധീരൻ, ജില്ലാ ട്രഷറർ നാസർ, സ്റ്റേറ്റ്സ് കമ്മിറ്റി അംഗം പ്രഭാകരൻ അവതാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയുടെ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കേരളത്തിന് പുറത്തുനിന്നുള്ളവരുടെ പേരുകൾ BJP വ്യാപകമായി വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ MC കമറുദ്ദീൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി BJP ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നതെന്നും MC കമറുദ്ദീൻ കാസർകോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർണാടക ബോർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ രൂപത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ രൂപത്തിൽ അവിടെ നേരത്തെ വോട്ടുകളുള്ള ആളുകൾക്ക് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി വോട്ട് ചേർക്കുകയാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ കണ്ടില്ലെന്ന് നടിക്കുന്നൊരു സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരും ആ കാര്യത്തിൽ ആരോ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നടക്കാനിടയുള്ള ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണിത്. ഇത് തുടർന്നു പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി UDF മുന്നോട്ട് പോകും എന്ന കാര്യത്തിന് യാതൊരു സംശയവും. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കെട്ടിട ഉടമകൾക്ക് ചുമത്തിയ അശാസ്ത്രീയമായ നികുതി വർധനവിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചതായി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 100% നികുതി വർധനവും മുൻകാല പ്രാബല്യവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കെട്ടിടങ്ങളുടെ നികുതിയിൽ 100% വർധനവേർപ്പെടുത്തി 2013 മുതൽ മുൻകാല പ്രാബല്യം നൽകാനാണ് നഗരസഭ തീരുമാനിച്ചത്. നികുതി വർധനവ് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരള സ്റ്റേറ്റ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 2013 മുതൽ മുൻകാല പ്രാബല്യം നിശ്ചയിച്ചത് ക്രൂരമാണെന്നും നേതാക്കൾ പറഞ്ഞു. മാർച്ച് 31-നകം നികുതി വർധനവ് അടച്ചു തീർക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് കെട്ടിടോടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭ ചുമത്തിയ 100% നികുതി വർധനവ് തികച്ചും അശാസ്ത്രീയമാണ്. വർദ്ധിപ്പിച്ച 100% നികുതി 2013 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അടയ്ക്കണമെന്ന് നീതീകരിക്കാൻ കഴിയാത്തതുമായ ഈ തീരുമാനം. അതിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ JC Modi, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, കേരള നിയമസഭാ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ VD രമേശൻ, സെക്രട്ടറി, ഓഫീസർ സെക്രട്ടറി എന്നിവർക്ക് നിവേദനം ഉൾപ്പെടെ. എന്നാൽ എല്ലാവരും കൃത്യമായി ഉത്തരം തരാൻ കഴിയാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ അടച്ചുവരുന്ന നികുതി അടച്ചാൽ മതിയെന്ന് കേരള സ്റ്റേറ്റ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കെട്ടിട ഉടമകളോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബെസ്റ്റോ കുഞ്ഞഹമ്മദ്, CK റഹ്മത്തുള്ള, C മുഹമ്മദ് കുഞ്ഞിപ്പാലക്കി, CK ഷറഫുദ്ദീൻ, PA ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ രംഗത്ത് ഹദിയ അതിഞ്ഞാൽ നടത്തുന്ന പ്രവർത്തനം ഏറെ അഭിനന്ദനീയമാണെന്ന് കാഞ്ഞങ്ങാട് സബ് കളക്ടർ അരുൺ K. വിജയൻ. മർഹൂം PV ബഷീറിന്റെ അനുസ്മരണയ്ക്കായി നൽകി വരുന്ന 5ാമത് വാട്ടർ കൂളർ കാഞ്ഞങ്ങാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹദിയ അതിഞ്ഞാലിന്റെ സജീവ പ്രവർത്തകനായിരുന്ന മർഹൂം PV ബഷീറിന്റെ സ്മരണയ്ക്കായാണ് പൊതുസമൂഹത്തിന് വാട്ടർ കൂളർ സമർപ്പിച്ചത്. 5ാം വട്ടവും അഭിനന്ദനാർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് ഹദിയ അതിഞ്ഞാൽ. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കായാണ് ഇത്തവണ വാട്ടർ കൂളർ സമർപ്പിച്ചത്. കാഞ്ഞങ്ങാട് സബ് കളക്ടർ അരുൺ K. വിജയൻ വാട്ടർ കൂളർ നാടിനായി സമർപ്പിച്ചു. പല സ്ഥലങ്ങളിലും നമുക്കറിയാവുന്ന പോലെ തന്നെ സമ്മർ സീസൺ വരുവാണ്, വേനൽക്കാലം വരുവാണ്. കുടിവെള്ളം വളരെ
അത്യാവശ്യമായിട്ട് വരുന്ന ഈ ഘട്ടങ്ങളിൽ ടൗണിൽ കൂടെ പോകുന്ന ആളുകൾക്ക് സൗജന്യമായി മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ടോടുകൂടി വെള്ളം വരുന്നതും അതുപോലെ ഇലക്ട്രിസിറ്റി സപ്ലൈ എല്ലാം മുനിസിപ്പാലിറ്റിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജീവകാരുണ്യ രംഗത്ത് ഹദിയ ആദിഞ്ഞാൽ നടത്തുന്ന പ്രവർത്തനം ഏറെ അഭിനന്ദനീയമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അനീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഹദിയ ചെയർമാൻ MBM അഷ്റഫ്, കൺവീനർ ഖാലിദ് അറബിക്കടത്ത്, CH സുലൈമാൻ, K കുഞ്ഞിമൊയ്തീൻ, B മുഹമ്മദ്, MK മുഹമ്മദ് കുഞ്ഞി, PM ഫൈസൽ, CH റിയാസ്, റമീസ് മട്ടൻ, നൂറുദ്ദീൻ കപ്പൽ, ഗൾഫ് പ്രതിനിധികളായ സിബി സലീം, സിദ്ദിഖ് ചേരക്കടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് 6 അടി ഉയരമുള്ള ഭീമൻ ചന്ദനത്തിരി കത്തിച്ചു. ചന്ദനത്തിരി നിർമ്മാണ കമ്പനിയായ സൈക്കിൾ അഗർബത്തിയാണ് ഭീമൻ ചന്ദനത്തിരി നിർമ്മിച്ച് ക്ഷേത്രത്തിലെത്തിച്ചത്. ഭീമൻ ചന്ദനത്തിരി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിസ്മയമായി മാറുകയാണ്. പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്ന മല്ലികാർജുന ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറക്കാഴ്ചയൊരുക്കിയാണ് ഭീമൻ ചന്ദനത്തിരി കത്തിച്ചത്. ചന്ദനത്തിരി നിർമ്മാണ കമ്പനിയായ സൈക്കിൾ അഗർബത്തിയാണ് ചന്ദനത്തിരി നിർമ്മിച്ച് ക്ഷേത്രത്തിലെത്തിച്ചത്. 24 മണിക്കൂറും കത്തി നിൽക്കുന്ന രീതിയിലാണ് ഭീമൻ ചന്ദനത്തിരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി രാധാകൃഷ്ണ അടികയും രാമപ്രസാദും ചേർന്ന് ചന്ദനത്തിരി തെളിയിച്ചു. ചടങ്ങിൽ സൈക്കിൾ അഗർബത്തി കമ്പനി എക്സിക്യൂട്ടീവ് N വിജയകുമാർ, രാജേഷ്, സെയിൽസ് ഓഫീസർ വൈശാഖ്, റെപ്രസെന്റേറ്റീവുമാരായ പത്മനാഭൻ, നാരായണ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം സൈക്കിൾ അഗർബത്തി കമ്പനി ഈ രീതിയിലുള്ള ചന്ദനത്തിരി കത്തിച്ചിരുന്നു. വടക്കൻ കേരളത്തിൽ നേരത്തെ ആദ്യമായി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഭീമൻ ചന്ദനത്തിരി കത്തിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ മല്ലികാർജുന ക്ഷേത്രത്തിലാണ് കാഴ്ചയുടെ വിസ്മയമൊരുക്കി ചന്ദനത്തിരി കത്തിച്ചിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുവാനെത്തിയ ആയിരങ്ങൾ ഭീമൻ ചന്ദനത്തിരി കൂടി ദർശിച്ചാണ് തിരിച്ചു പോകുന്നത്. ന്യൂസ് ഡെസ്ക് KCN. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ഇംഗ്ലീഷ് തിയേറ്റർ ക്യാമ്പും ശാസ്ത്ര പരീക്ഷണങ്ങളും കൂടിക്കലർന്നുള്ള ദ്വിദിന പരിശീലന ക്യാമ്പിന് തുടക്കമായി. കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ദ്വിദിന പരിശീലന കളരി നടന്നു. സ്മൈൽ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന കളരി സംഘടിപ്പിച്ചത്. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ദ്വിദിന ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾ തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് അവതരിപ്പിച്ച 4 വ്യത്യസ്തമായ നാടകങ്ങൾ കാണികൾക്ക് നവ്യാനുഭവം പകർന്നു. ഒപ്പം ഡബ് സ്മാഷ്, ഇംഗ്ലീഷ് ഗൈഡഡ് ഇമോജറി എന്നിവയും ഏറെ പ്രശംസനീയമായി. After some game, they did all the games very actively. The students are very interested enough to do all the activities. And also the dub smash, I gave a very interesting cartoon, and by seeing that cartoon, children are giving sound to that cartoon. They are making monologues and dialogues by seeing that cartoon very interestingly. കവിയും എഴുത്തുകാരനുമായ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ദ്വിദിന ക്യാമ്പിന് നേതൃത്വം നൽകി. പരിപാടിയിൽ K മണികണ്ഠൻ, AG ഷംസുദ്ദീൻ, MV ബിന്ദു, K സ്വപ്ന, MB രവീന്ദ്രൻ, ലിജി മോഹൻ എന്നിവർ സംസാരിച്ചു. ലോക ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാതല സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക ഉപഭോക്തൃ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാതല സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ പ്രോഡക്ട്സ് പറയുമ്പോൾ നമുക്ക് ഏതൊരു സംഗതിയും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പോക്കാണ് ഈ വർഷത്തെ കൺസ്യൂമർ റൈറ്റ്സ് ഡേയില് അവർ മുന്നോട്ട് പോകുന്ന ആശയം എന്ന് മനസ്സിലാക്കുന്നു. എല്ലാ സംഗതികളും ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ അതിനെ ബാർകോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ QR കോഡ് ചെയ്തിട്ടോ അത് ഏത് മേഖലയിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് ഫാർമർ പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ഏതൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ഫാർമിൽ നിന്ന് വരുന്നു എന്ന രീതിയിലേക്കുള്ള അത്രയും സ്റ്റാൻഡേർഡൈസ് ടെക്നിക്കിലേക്ക് പോകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ് ഇത്തവണത്തെ കൺസ്യൂമർ റൈറ്റ്സ് ഡേയിലെ ആശയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോളർ P ശ്രീനിവാസ അധ്യക്ഷത വഹിച്ചു.
ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ച് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം അംഗം രാധാകൃഷ്ണൻ നായർ, വ്യവസായ വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങളെയും പദ്ധതികളെയും കുറിച്ച് കാഞ്ഞങ്ങാട് വ്യവസായ വികസന ഓഫീസർ എൻ അശോക്, ലീഗൽ മെട്രോളജിയുടെ ഓൺലൈൻ സേവനങ്ങളെക്കുറിച്ച് ലീഗൽ മെട്രോളജി IT മാനേജർ രാജേഷ്, ലീഗൽ മെട്രോളജി നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് വെള്ളരിക്കുണ്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ M രതീഷ് എന്നിവർ ക്ലാസ് എടുത്തു. TK ശാരിക, K ശശികല, PP ലീലേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ബ്രഹ്മകലശാഭിഷേകം നടന്നു. പൂജാ ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. 8-ാം തീയതി മുതലാണ് ക്ഷേത്രത്തിൽ ബ്രഹ്മകലശോത്സവം ആരംഭിച്ചത്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ഉത്സവ ദിനത്തിൽ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ശനിയാഴ്ച ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ബ്രഹ്മകലശാഭിഷേകം നടന്നു. പൂജാ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് സാംസ്കാരിക ധാർമ്മിക പരിപാടികളും നടന്നു. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രുദ്രഹോമം നടക്കും. ക്ഷേത്രത്തിന്റെ വാർഷിക മഹോത്സവത്തിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമാകും. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ഉള്ളോടി ശ്രീ കൊറക തനിയ ദൈവ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടെയാണ് ഉത്സവം സംഘടിപ്പിച്ചത്. ഗണേഷ് ഉള്ളോടി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. കുമ്പളയിൽ ആദംസ് ബേക്കറി തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഉടമകൾ കുമ്പളയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 ഉദ്ഘാടന ചടങ്ങ്. സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും വ്യാപാരി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ കമ്പനികളുടെ ചോക്ലേറ്റുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും വിവിധ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈന്തപ്പഴങ്ങളും ബേക്കറിയിൽ ലഭ്യമാക്കുമെന്നും ഉടമകൾ പറഞ്ഞു. റസാഖ്, KM അബ്ബാസ്, ഹമീദ്, അജ്മീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 3ാമത് കാവ്യോത്സവത്തിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ തുടക്കമായി. മാമ്പു പുരസ്കാരം കഥാകൃത്ത് അബിൻ ജോസഫ് ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ 3ാമത് സാഹിത്യോത്സവം തുടങ്ങി. എഴുത്തുകാരൻ സച്ചിദാനന്ദൻ കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ഹാഫീസ് ആയാലും റൂമി ആയാലും വ്യാസനായാലും വാൽമീകി ആയാലും നാം കാണുന്ന ഏറ്റവും വലിയൊരു സവിശേഷത ഇത് തത്വചിന്തയാണോ കവിതയാണോ എന്ന് ചിലപ്പോഴൊക്കെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള ഒരു ജൈവ സംയുക്തമായി കാവ്യ രൂപം നിലനിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഭാഗവതത്തിലെ ദശമസ്കന്ധം അത് തത്വചിന്തയാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായും തത്വചിന്തയാണ്. അതിൽ നമ്മൾ സാധാരണ അർത്ഥത്തിൽ പറയുന്ന കവിതയില്ല. അതേസമയം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ കവിത കൂടിയാണ്. ഇത് ഭഗവത്ഗീതയെക്കുറിച്ച് പറയാം, പല ഇന്ത്യൻ കൃതികളെക്കുറിച്ച് നമുക്കിത് പറയാൻ കഴിയും. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാം അറിയുന്നവരാണെന്ന് നടിക്കുന്നവരാണ് മലയാളം അധ്യാപകരെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു. മലയാളം അധ്യാപകർക്കെതിരെ നിശിതമായ വിമർശനമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വേദിയിൽ നടത്തിയത്. സാഹിത്യവേദി യുവ എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ മാമ്പു പുരസ്കാരത്തിന് അബിൻ ജോസഫിന്റെ കല്യാശ്ശേരി തീസിസ് അർഹമായി. പുരസ്കാരം കവി സച്ചിദാനന്ദനിൽ നിന്നും അബിൻ ജോസഫ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ KB ശില്പയുടെ നിറഭേദങ്ങളെന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ഡോക്ടർ അംബികാസൻ മാങ്ങാട് രചിച്ച എൻഡോസൾഫാൻ നിലവിളികൾ അവസാനിക്കുന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. കവി സച്ചിദാനന്ദനിൽ നിന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് പുസ്തകം ഏറ്റുവാങ്ങി. എൻഡോസൾഫാൻ വിഷയത്തിൽ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റഫറൻസ് പുസ്തകമായിട്ട് ചടങ്ങിൽ ഡോക്ടർ T വിജയൻ അധ്യക്ഷനായി. ഡോക്ടർ അംബികാസുൻ മാങ്ങാട്, സന്തോഷ് ഏച്ചിക്കാനം, സുധീഷ് ചട്ടഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാവ്യോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കവിയരങ്ങ് നടക്കും. സമാപന ചടങ്ങിൽ മഹാകവി P കുഞ്ഞിരാമൻ നായർ പുരസ്കാരത്തിന് അർഹനായ സുനിൽ P ഇളയിടം പുരസ്കാരം ഏറ്റുവാങ്ങും. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായി. പ്രചരണ രംഗത്ത് KP സതീഷ് ചന്ദ്രൻ ബഹുദൂരം മുന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹാർദ്ദമാക്കുവാനുള്ള തീരുമാനത്തിന് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ പിന്തുണ. തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രചരണം പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. ജില്ലയുടെ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പുറത്തുനിന്നുള്ളവരുടെ പേരുകൾ വ്യാപകമായി വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്നതായി UDF ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി BJP ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നതെന്നും MC കമറുദ്ദീൻ. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കി ഭീമൻ ചന്ദനത്തിരി കത്തിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് സൈക്കിൾ അഗർബത്തിയാണ് ഭീമൻ ചന്ദനത്തിരി ക്ഷേത്രത്തിലെത്തിച്ചത്. ലോക ഉപഭോക്തൃ ദിനാചരണം. കാസർഗോഡ് ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലാതല സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മൂന്നാമത് കാവ്യോത്സവത്തിന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ തുടക്കമായി. മാമ്പു പുരസ്കാരം കഥാകൃത്ത് അബിൻ ജോസഫ് ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.